എന്തൊരു ഗതികേടാ ഇത്. ചെയ്യാത്ത തെറ്റിന് പോലീസിന് കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയായി. നിന്നെ പറഞ്ഞാ മതി, ചോദിക്കുന്ന കാശ് തന്നോളാന്ന് ചാടി കയറി എഴുന്നള്ളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? കൊള്ളാം, ഇപ്പൊ ഞാൻ പറഞ്ഞതായ കുറ്റം. അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ചേച്ചിപ്പോഴേ അഴിയെണ്ണിയന്. അല്ല, ചേച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? അല്ല, ചന്ദ്രേട്ടന്റെ മരണത്തിൽ പങ്കൊന്നുമില്ലെന്ന്. അങ്ങേര് മരിച്ചുവെന്ന് പോലീസിന് പോലും ഉറപ്പായിട്ടില്ല. അപ്പൊ ചേച്ചി അങ്ങനെ ചാടിക്കയറി പറഞ്ഞോണ്ടല്ലേ അവർക്ക് സംശയം ഉണ്ടായത്. അവര് സംശയിച്ചതിൽ വല്ല വാസ്തവം ഉണ്ടോ? എന്നോടെങ്കിലും തുറന്നു പറ. അതേടാ, അങ്ങേരെ ഞാൻ കൊന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായോ? ചേച്ചി എന്തിനാ എന്നോട് ചൂടാവുന്നത്? അളിയൻ എവിടെ പോയെന്നോ എന്തോ സംഭവിച്ചെന്നോ വല്ല സൂചനയും ചേച്ചിക്കൊണ്ടോന്ന് ഞാൻ ചോദിച്ചോളൂ. ഞാൻ എങ്ങനെ അറിയാനാ? എന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും അല്ലല്ലോ അങ്ങേരുടെ സർക്കിട്ട്. ചിലപ്പോ വല്ല കാശിക്കും പോയതായിരിക്കും. നീ റോഡ് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ നോക്ക്. ചേച്ചി, ദേ അമൃത. അവനെയും ചുറ്റിപ്പിടിച്ചിട്ടുള്ള ഇരിപ്പും കൊഞ്ചിക്കുഴയിലും ചേച്ചി കണ്ടില്ലേ? ഓ, കണ്ടു. ചേച്ചി എനിക്കെന്നൊരു വാക്കുണ്ട്, അതും വിശ്വസിച്ചിട്ടാ ഞാൻ ജീവിക്കുന്നത്. അത് ചേച്ചി മറക്കരുത്. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് പാലിച്ചിരിക്കും. പക്ഷേ സാവകാശം വേണം. ഇനി എത്ര കാലം മൂത്ത് നരച്ച് ചത്തിട്ടോ? ഒന്ന് അടങ്ങ് മഹേന്ദ്ര. ഇനി അധിക കാലമൊന്നും വേണ്ടി വരില്ല. പഞ്ചരത്നത്തിന്റെ ആധാരം നമുക്ക് കിട്ടാൻ പോവല്ലേ. അത് പണയത്തിലാവുന്നതോടെ അമൃതയുടെ കല്യാണം മുടങ്ങിയിരിക്കും. പിന്നെ എന്നും അമൃതയും അനിയത്തിമാരും നമ്മുടെ അടിമകളായിരിക്കും. പിന്നെ അമൃതയുടെ ജീവിതം ഞാനും നീയും വരയ്ക്കുന്ന വരകൾക്കുള്ളിൽ ഒതുങ്ങും. അത് വേണ്ട. അമൃതയുടെ ജീവിതം ചേച്ചി വരയ്ക്കുന്ന വരയിലല്ല, ഞാൻ വരയ്ക്കുന്ന വരയിൽ മാത്രം ഒതുങ്ങിയാൽ മതി. കല്യാണം കഴിഞ്ഞ അമൃതയെ ഞാനൊരു റാണിയെ പോലെ നോക്കും. പെങ്കോന്തൻ. നീയേ ആജീവനാന്ത അവളുടെ ദാസനായിട്ട് കഴിഞ്ഞോടാ. എനിക്കെന്ത് ചെയ്തം? അമൃതയുടെ ദാസനായി കഴിയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഓ, വലിയ ബഹുമതിയാ. അവളുടെ കയ്യിന്നേ ഒരു ശില്പവും ഫലകവും വാങ്ങി കഴുത്തിലങ്ങ് കെട്ടി തൂക്കിക്കോ. ഹലോ, ഞാൻ ഇവിടെ കുറ്റിക്കാടിന്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. മാഡം വരുന്നില്ലേ? ആ, വന്നോണ്ടിരിക്കുക. മാഡം വരാൻ 1 മണിക്കൂർ വൈകിയത് കൊണ്ട് ഞാൻ 10 ലക്ഷം കൂടി കൂട്ടി. ഇനി എന്റെ ചാർജ് 10 20 ലക്ഷമാ. ഹലോ മാഡം, ഞാൻ പറഞ്ഞത് മാഡം കേട്ടല്ലോ അല്ലേ? ആ, കേട്ടു. എല്ലാം കൂടെ ഒരുമിച്ച് തരാം സിസിലി. ഞാനൊന്നങ്ങോട്ട് വന്നോട്ടെ. ആയിക്കോട്ടെ മാഡം, സാവധാനം വന്നാ മതി. അവര് മാക്സിമം വൈകട്ടെ. എത്ര നേരം വേണം കാത്തിരിക്കാൻ ഈ സിസിലിക്ക് ഒരു മടിയുമില്ല. പക്ഷേ വൈകുന്നതിനനുസരിച്ച് ഞാൻ കാശ് കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്താ ചേച്ചി, എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ? വേറൊന്നുമല്ല, ഈ കഥയില് സിസിലിയുടെ റോള് തീരാറായി മഹേന്ദ്ര. നമസ്കാരം സാർ. സാർ വന്നിട്ട് കുറെ നേരമായോ? ഏയ്, ഇപ്പൊ അങ്ങോട്ടൊന്ന് കയറിയതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ സെക്രട്ടറി വാസുദേവൻ സാർ. നമസ്കാരം. മനസ്സിലായി സാർ, അകത്തോട്ടിരിക്കാം. ശരി.
ഇരിക്കണം സാർ. ഞാൻ സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഏയ് ഒന്നും വേണമെന്നില്ല. എനിക്ക് നിങ്ങൾ പണയം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ ഒറിജിനൽ പ്രമാണം ഒന്ന് കണ്ടാൽ മതി. അത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഞങ്ങളൊന്ന് പുറത്തു വരുന്നു. അമൃതേച്ചി പോയിട്ട് എന്തായി? റാണി മാഡത്തിനെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ വിശദമായി പിന്നെ പറയാം. ഇപ്പൊ ഞാനേ ആ സാറിന് ആ വസ്തുവിന്റെ പ്രമാണം എടുത്തു കൊടുക്കട്ടെ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഇനി ഇതുപോലത്തെ പരിപാടികളൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ട്രെയിനിങ് പൂർത്തിയാക്കിക്കോണം. ഓ, ഉത്തരവ്. ഞങ്ങള് ലേറ്റ് ആയില്ലല്ലോ. ലേറ്റായി. ഞാൻ പറഞ്ഞതിനേക്കാൾ അരമണിക്കൂർ ലേറ്റായി. അരമണിക്കൂറല്ലേ, അത് സാരമില്ല. അരമണിക്കൂർ പോയിട്ട് 1/2 മിനിറ്റിനും വിലയുണ്ട്. അത് മാഡം മനസ്സിലാക്കാൻ പോന്നേ ഉള്ളൂ. പ്രമാണം എവിടെ? ഒന്ന് വായിച്ചു നോക്കട്ടെ. കാണാനായാലും വായിക്കാനായാലും ആദ്യം എന്റെ കാശ് കിട്ടണം. ഇടപാട് കഴിഞ്ഞിട്ടല്ലേ സിസിലി കാശ്? കാശിന്റെ കാര്യത്തിൽ ഞാൻ മാഡത്തിനെ കൂട്ടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല. ഒരു സ്വർണ്ണ നെക്ലേസിന്റെ അനുഭവം ഈ സിസിലിക്കുണ്ടേ. അതുകൊണ്ട് 30 ലക്ഷം രൂപ കയ്യിൽ കിട്ടാതെ ഈ പ്രമാണം ഞാൻ കയ്യിൽ തരില്ല. 30 ലക്ഷം രൂപയോ? അതെന്ത് കണക്കാ സിസിലി? അതെ, സത്യത്തിൽ ഞാൻ ഈ പ്രമാണത്തിനിട്ട വില 10 ലക്ഷം രൂപയായിരുന്നു. അത് പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് 30 ലക്ഷം രൂപയായി? എടാ കൊച്ചനെ, മോഷണം ഒരു കലയാണ്. ഒരുപാട് റിസ്ക് ഉള്ള കല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ കലാരൂപം ചെയ്തിട്ടുള്ളവർക്കേ അതിന്റെ റിസ്ക് അറിയൂ. അത്രയും റിസ്ക് ഉള്ള പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് 10 ലക്ഷം രൂപ വിലയിട്ടത്. പക്ഷേ നിങ്ങൾ വരാൻ വൈകിയ 1 മണിക്കൂർ കൊണ്ട് ഇതിന്റെ വില 30 ലക്ഷമായി മാറി. അതാ ഞാൻ പറഞ്ഞത് സമയത്തിന് വിലയുണ്ടെന്ന്. പൊന്നും വില. ഇനി അത്രയും തുക റൊക്കം തരാതെ ഈ പ്രമാണം കൈവശപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വെറുതെ കളിക്കല്ലേ. എല്ലാം കൂടെ 1 ലക്ഷം രൂപ അങ്ങോട്ട് തരും. അതും മേടിച്ച് മിണ്ടാതെ പൊയ്ക്കോണം. 1 ലക്ഷം ഉലുവയോ? ആർക്ക് വേണത്? പോയി 30 ലക്ഷം രൂപ കൊണ്ടുവാ ചക്ക. സിസിലി, കാലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നീ ആണെന്ന് കൂട്ടിക്കോ. പണ്ടേ മുക്കുവണ്ണം തന്നെ എന്നെ പറ്റിച്ചത് നിങ്ങളാ. അതുകൊണ്ട് പറഞ്ഞ കാശ് കിട്ടാതെ ഞാൻ ഈ പ്രമാണം തരില്ല. നിങ്ങൾക്ക് ആലോചിക്കാൻ 5 മിനിറ്റ് സമയം തരും. അത് കഴിഞ്ഞ് പ്രമാണം ഞങ്ങൾക്ക് തരുന്ന നിങ്ങൾക്ക് ബുദ്ധി. നക്കാപ്പിച്ച തന്നെ എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിലേ 5 മിനിറ്റ് കഴിഞ്ഞ് മഹേന്ദ്രന്റെ കൈ കൊണ്ട് നീ മരിക്കാൻ തയ്യാറായിക്കോ. എന്നോട് കളിക്കാൻ വരരുത്. എന്റെ ദേഹത്ത് തൊട്ടാലേ ഈ വട്ടം മഹേന്ദ്രന്റെ ശവം വീഴും. ഇവിടെ വെച്ചിരുന്നാണല്ലോ. കാണുന്നില്ലല്ലോ. എന്റെ ഈശ്വര, ഇവിടെയാണല്ലോ ഞാൻ വെച്ചത്. എന്തു പറ്റി അമൃതേച്ചി? നമ്മുടെ വീടിന്റെ പ്രമാണം കാണാനില്ല മോളെ. കാണാനില്ലെന്നോ? അത് പിന്നെ എവിടെ പോവാനാ? ഞാൻ ഈ അലമാരയില് ഒരു ഫയലിനകത്ത് ഭദ്രമായിട്ട് വെച്ചിരുന്നതാ. ഇനി തപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അമൃതേച്ചി, സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് അഭിയേട്ടൻ പറഞ്ഞു.
അയ്യോ, എന്താ ചെയ്യാ? എന്ത് പറ്റി അമൃതേച്ചി? സെക്രട്ടറി കാണിക്കാനുള്ള നമ്മുടെ ആധാരം കാണാനില്ല മോളെ. അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അതെവിടെയും പോവില്ല. അലമാരി തന്നെ എവിടെയെങ്കിലും കാണും. ഞാൻ നന്നായിട്ടത് നോക്കി, കാണുന്നില്ല. ഇന്ന് രാവിലെ കൂടെ കണ്ടതാ ഞാൻ ആ പ്രമാണം. ആരോ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം എടുത്തു മാറ്റിയതാ. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ ദൈവമേ. അനുവദിച്ച സമയം കഴിഞ്ഞു. മര്യാദയ്ക്ക് ആ പ്രമാണം തരുന്നതാ നിനക്ക് നല്ലത്. കാശ് കിട്ടാതെ ഇത് തരുന്ന പ്രശ്നമില്ല. ഒന്നും അല്ലെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് മോഷ്ടിച്ചു കൊണ്ടുവന്ന സാധനല്ലേ. അതങ്ങനെ ചക്കാത്തിന് തരാൻ പറ്റത്തില്ല. മിണ്ടരുത്. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. ഈ കത്തി അങ്ങോട്ട് എടുക്ക്. നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയില്ലേ? വിട്ടേരെ, പോയി പഴച്ചോട്ടെ. ഇവരെ വെറുതെ വിട്ടാലേ ചേച്ചിയുടെ കള്ളത്തരം മുഴുവൻ പഞ്ചരത്നോട് പറയും. എന്താ വേണ്ടതെന്ന് വെച്ചാലേ നീ തീരുമാനിച്ചോ. ഒന്നേ റെയിൽവേ ട്രാക്കിൽ തള്ളാം, കയ്യും കാലും കെട്ടി കാറിലിടാം, രാത്രിയിൽ കൊല്ലാം. മിണ്ടരുത് 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 മിണ്ടരുത്. എന്തു പണിയാ സെസിലി നീ കാണിച്ചത്? ഇതാണോ നീ കഷ്ടപ്പെട്ട് മോഷ്ടിച്ച പ്രമാണം? അയ്യോ, ഇതെങ്ങനെ പ്രമാണത്തിന് പകരം പത്രം വന്നു? അത് തന്നെയാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആരെയും കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. എന്താ താമസം? സത്യത്തിൽ ഇത് വെച്ചിരുന്ന സ്ഥലത്ത് കാണാനില്ലായിരുന്നു. ഞങ്ങളെല്ലാവരോടും ഒരുപാട് തപ്പി. വെച്ച സ്ഥലത്ത് എവിടെയും കണ്ടില്ല. ഒടുവിൽ കട്ടിലിന് മേളില് ഒരു പില്ലോടടിയിലുണ്ടായിരുന്നു. ഞാൻ ഫയലിലാക്കി ആധാര അലമാരയിൽ സൂക്ഷിച്ചിരുന്നതാ. അതെങ്ങനെ പില്ലോടടിയിലെത്തിയെന്ന് അറിയില്ല. അതൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം. സാർ,
പേപ്പറുകളെല്ലാം കറക്റ്റാണ്. ഇയർ എൻഡിങ്ങിന് മുമ്പ് തന്നെ പണം നൽകാം. മാർച്ച് സെക്കൻഡ് വീക്കിലാ പണത്തിന്റെ ആവശ്യം. മാർച്ച് അവസാനോ ഏപ്രിൽ ആദ്യമോ വിവാഹം നടക്കും. അതുകൊണ്ട് വൈകാതെ പണം കിട്ടിയാൽ ഉപകാരമായിരുന്നു. എത്രയും വേഗം ശരിയാക്കാൻ ശ്രമിക്കാം. താങ്ക് യു സർ. ലോൺ പ്രോസസ് നാളെ തന്നെ തുടങ്ങാം. സൈൻ ചെയ്യേണ്ട ദിവസം എപ്പോഴാണെന്ന് ഞാൻ വിളിച്ചു പറയാം. അങ്ങനെയാണെങ്കിൽ പ്രമാണം ഇനിയും മോഷ്ടിക്കാൻ സമയമുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ശരി. ഇത്രയും വേഗം പേപ്പറുകൾ ശരിയാവുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അബി. താങ്ക് യു അബി. താങ്ക് യു ഒക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ ആതിരെ ശരിക്കൊന്ന് ഉപദേശിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പറഞ്ഞൂടെ, കേട്ടോ? അവളുടെ വലിയേട്ടൻ തന്നെ അങ്ങ് ഉപദേശിച്ചാ മതി. അതെ, ഫ്രീ ആയിട്ട് ഞാൻ കുറച്ച് ഉപദേശം കൊടുക്കാം. എവിടെ അവള്? അതുണ്ട്. വാ. സിസിലിയ അടുത്ത ഉടായിപ്പായിട്ട് ഇറങ്ങിയതാ. ഹലോ. എന്ത് മറിമായാണെന്ന് അറിയില്ല മാഡം. ഞാൻ കട്ടെടുത്ത ആധാരം തിരിച്ചു പഞ്ചരത്നങ്ങളുടെ കയ്യിൽ തന്നെ എത്തി. പ്രമാണം പണയം വെക്കുന്ന സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ഇവിടെ വന്ന് സംസാരിച്ചു. മാർച്ച് 2-ാമത്തെ ആഴ്ച പണം കൊടുക്കും. ഓ, അതോടെ കല്യാണം നടക്കുന്ന ഉറപ്പായി മാഡം. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല സിസിലി. ഇത് 2-ാമത്തെ തവണയാ നീ കാരണം എനിക്ക് അബദ്ധം പറ്റുന്നത്. പ്രമാണം കയ്യിലായെന്ന് വിശ്വസിച്ച് എന്നോട് വിലപേശിയവളാ നീ. പാല് തന്ന കൈക്ക് കൊത്തുന്ന പാമ്പാ നീ. യോ മാഡം, എന്നെ ഉപേക്ഷിക്കരുത്. ആധാരം ഞാൻ വീണ്ടും എടുത്തു തരാം. മാഡത്തിനോട് എത്ര തവണ മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. ഇനി നീ ആധാരം എടുത്താലും ഇല്ലെങ്കിലും 10 പൈസ പോലും അതിനു വേണ്ടി ഞാൻ മുടക്കില്ല. ഹലോ ഹലോ മാഡം, ഹലോ ഹലോ. അയ്യോ, ഓ മാഡം, അവളുടെ ഒരു ജാട. നിന്നെ എന്റെ കൈ കിട്ടും കലാവതി. ഇവരുടെ മേലൊരു കണ്ണു വേണം. സിസിലി അങ്ങനെ പിണക്കണ്ട. ആ വീട്ടിലെ ഓരോ നീക്കങ്ങളും അറിയാൻ അവരെ നമുക്ക് വേണ്ടേ? അത് മാത്രമല്ല, ഒരിക്കൽ കൂടി ആ ആധാരം എടുക്കാൻ അവർക്ക് ശ്രമിക്കാവുന്നതുമാണ്. ഇനി ഞാൻ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി വലിയ കളികളാ. നീ നോക്കിക്കോ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സിൽ.